അക്രമ ലഹരി കേസുകളിൽ നിരന്തരം പ്രതികളായി പൊതുജനങ്ങളുടെ സ്വൈര്യജീവിതത്തിന് ഭീഷണിയായിരുന്ന 2 കാപ്പ പ്രതികളെ പൊന്നാനി പോലീസ് അറസ്റ്റ് ചെയ്ത് വിയ്യൂർ ജയിലിൽ തടവിലാക്കി. വെളിയങ്കോട് സ്വദേശി കൊളത്തേരി സാദിഖ്, തറയിക്കാനകത്ത് നിസാമുദ്ദീൻ എന്ന തരികിട നിസാം എന്നിവരാണ് അറസ്റ്റിലായത്. ബംഗളൂരുവിൽ നിന്ന് കാറിൽ MDMA കടത്തിക്കൊണ്ടുവരുന്നതിനിടെ പരിശോധനയ്ക്കായി തടയാൻ ശ്രമിച്ച പൊന്നാനി SIയെ കാറിടിച്ച് പരിക്കേൽപ്പിച്ച ലഹരിയുമായി രക്ഷപ്പെട്ട കേസിൽ പ്രതിയാണ് സാദിഖ്. കൂടാതെ വെളിയങ്കോട്, പെരുമ്പടപ്പ് പോലീസ് സ്റ്റേഷനുകളിലായി വധശ്രമം ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയാണ് ഇയാൾ. സാദിഖിന്റെ കൂട്ടാളിയായ പൊന്നാനി മുല്ല റോഡിലെ മോയന്റകത്ത് ഫിറോസ് 110 ഗ്രാം MDMAയുമായി തൃശൂർ പോലീസിന്റെ പിടിയിലായി നിലവിൽ ജയിലിലാണ്. നേരത്തെ കാപ്പ നിയമപ്രകാരം അറസ്റ്റിലായിരുന്ന സാദിഖ് ജയിൽ മോചിതരായതിനു ശേഷം മാസത്തിനകം വീണ്ടും വെളിയങ്കോട് സ്വദേശിയായ യുവാവിനെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഉൾപ്പെട്ട ഒളിവിലായിരുന്നു. തുടർന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവള പരിസരത്ത് നിന്ന് പൊന്നാനി പോലീസ് ഇയാളെ പിടികൂടി ജയിലിലടച്ചിരുന്നു. ഓപ്പറേഷൻ തൂഫാൻ നടപടികളുടെ ഭാഗമായി സാദിഖിനെ പോലീസ് നിരീക്ഷിച്ചു വരുന്നതിനിടെയാണ് വീണ്ടും കാപ്പ പ്രകാരം തടവിലാക്കാനുള്ള ഉത്തരവ് ലഭിച്ചത്. പുതുപൊന്നാനിയിൽ വീട്ടിലേക്ക് സ്ഫോടക വസ്തു എറിഞ്ഞ് വധശ്രമം നടത്തിയതുൾപ്പെടെ നിരവധി അക്രമ കേസുകളിൽ പ്രതിയായ നിസാമുദ്ദീൻ നേരത്തെ കാപ്പ ഉത്തരവ് ലംഘിച്ച് ജില്ലയിൽ പ്രവേശിച്ചതിനെ തുടർന്ന് അറസ്റ്റിൽ ജയിലിൽ കഴിഞ്ഞിരുന്നു. ജയിൽ മോചിതനായ ശേഷം തൃശൂരിൽ സ്വർണ്ണപ്പണിക്കാരനെ തട്ടിക്കൊണ്ടുപോയി സ്വർണം കവരാൻ ശ്രമിച്ച കേസിലും ഇയാൾ പ്രതിയാണ്. പൊന്നാനി പോലീസ് ഇൻസ്പെക്ടർ സതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ സിവിൽ പോലീസ് ഓഫീസർമാരായ നാസർ, പ്രശാന്ത് കുമാർ, സിവിൽ പോലീസ് ഓഫീസർമാരായ ശ്രീരാജ്, ഹരിപ്രസാദ്, പ്രവീൺ, പ്രഭാത് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ഇരുവരെയും കോടതിയിൽ ഹാജരാക്കിയ ശേഷം വിയ്യൂർ സെൻട്രൽ ജയിലിൽ റിമാൻഡ് ചെയ്തു. ബ്രൈഡൽ ക്രാഫ്റ്റ്, ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ.